ഉത്തരായനവും പക്ഷം വെളുത്തതും. അന്നഭങ്ങളും മകവും ചേർന്ന മുഹൂർത്തം പ്രതിഷ്ഠയ്ക്ക് ഇഷ്ടം. അന്നഭ നക്ഷത്രങ്ങൾ. അന്നഭം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഊൺനാളുകൾ. ഊൺനാളിൻ്റെ കൂടെ മകവും കൂടെ ചേർക്കാം. ഇവിടെ ചതയ നക്ഷത്രവും മന്ദകുജ ദിനങ്ങളും. മന്ദകുജ ദിനം എന്ന് പറഞ്ഞാൽ മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി. ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒഴിവാക്കണം. അതുപോലെ തന്നെ ധനു, മേടം, മകരം, തുലാം ഈ രാശികൾ വർജ്യം. 5, 8, 9 അതിൽ പാപന്മാർ പാടില്ല. രാത്രിയിലാണെങ്കിൽ രാത്രിയെ 3ആയി ഭാഗിച്ച് 3ാമത്തെ ഭാഗം എടുക്കുക. ആദ്യത്തെ 2 ഭാഗങ്ങൾ ഒഴിവാക്കണം. 2 വർഷങ്ങളിലും 2 അയനങ്ങളിലും. അത് അഷ്ടബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ ദേവപ്രതിഷ്ഠകൾക്ക് ഉത്തരായനം മുഖ്യം. ഉത്തരായനത്തിലെ പൂർവപക്ഷവും ചോറൂണിന് വിധിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ ചതയം ഒഴികെയുള്ള നക്ഷത്രങ്ങളും മകവും ഉത്തമമാണ് എന്നാണ് അത് കൃത്യമായി പറയുന്നുണ്ട്. അതാണ് ആദ്യം പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് 3 ദിവസത്തിന് മുമ്പുള്ള നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തിക എന്ന് പറയുന്നത് ഉൾനാളിൽ അല്ല, ചോറൂണിന് വിധിക്കപ്പെട്ടിട്ടുള്ള നക്ഷത്രം അല്ല എന്നുള്ളതാണ്. ഉത്തരായനമാണ്, കുംഭമാസം കുഴപ്പമില്ലാത്തതാണ്. അതൊക്കെ നമുക്ക് എടുക്കാം, അതിലൊന്നും യാതൊരു വിഷയമില്ല. സ്ഥിരരാശിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വ്യാഴം നിൽക്കുന്ന സ്ഥിരരാശിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അത്യുത്തമം എന്നാണ്, ഏറ്റവും ഉത്തമമാണ്. നമ്മൾ സ്ഥിരരാശി വ്യാഴം നിൽക്കുന്ന മുഹൂർത്തം എടുത്തപ്പോൾ രാഹു 11 വരും. രാഹു 11 നമ്മൾ നാഗപ്രതിഷ്ഠയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അതായത് നമ്മൾ ഇതിൽ ഒരു മുഹൂർത്തം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എടുക്കുന്ന മുഹൂർത്തം എടുത്താൽ നമ്മൾ രേവതിയാണ് മുഹൂർത്തമായിട്ട് എടുക്കാൻ പോകുന്നത്. അശ്വതിയിലോ മകം, മൂലം, ആയില്യം, കേട്ട ഇത്രയും നക്ഷത്രങ്ങളിൽ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല. ഈ ദിവസം അങ്ങനെ ഒരു ഗ്രഹവുമില്ല. നമ്മൾ രേവതി എടുത്താൽ അശ്വതിയിൽ ഗ്രഹമില്ല, മകം നക്ഷത്രത്തിൽ ഗ്രഹമില്ല, ആയില്യം നക്ഷത്രത്തിൽ ഗ്രഹമില്ല, മൂലം നക്ഷത്രത്തിൽ ഗ്രഹമില്ല. പറഞ്ഞിട്ടുള്ള നിയമങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ അടുത്ത് പറയുന്നത് പ്രതിഷ്ഠാ വിഷയത്തിൽ തന്ത്രിയുടെയും ക്ഷേത്ര അധികാരിയുടെയും ജന്മ അഷ്ടമരാശികളെ വർദ്ധിക്കണം എന്നാണ്. ജന്മ അഷ്ടമരാശികളെ വർദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജന്മരാശി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മരാശി കന്നിയാണ്. അത്ത നക്ഷത്രം കന്നിരാശിയിലാണ്. കന്നിരാശി, കന്നിക്കൂറാണ്. അത്ത നക്ഷത്രമല്ലേ? അപ്പൊ അത്തം വരുന്നത് ജന്മ അഷ്ടമരാശി. അഷ്ടമം എന്ന് പറഞ്ഞാൽ 8ാമത്തെ രാശി. 8ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ മേടക്കൂർ. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഒഴിവാക്കുക. അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂറ. 2-3 തരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ദോഷമുള്ളതുകൊണ്ടാണ്. അല്ല, അത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ 3 ദിവസം നമ്മൾ തുടങ്ങുന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് അതിന് രാവിലെ പ്രതിഷ്ഠാകർമ്മം തുടങ്ങിയിട്ട് ഇതിന്റെ പ്രധാന അഭിഷേക ചടങ്ങുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് പ്രതിഷ്ഠാ മുഹൂർത്തം എന്ന് പറയുന്നത്. മുഹൂർത്തം കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത്രയും സമയത്താണ് ഒരു എടുത്ത് വെക്കുന്നതല്ലേ, പ്രതിഷ്ഠിക്കുന്ന ആ സമയമാണ്. പിന്നെ തുടർന്ന് അതിന് കുറെ പൂജകളുണ്ട്. ആ പൂജകളാണ് ഈ പറഞ്ഞ. അന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടല്ലേ, ഒറ്റ ദിവസമല്ലേ അത്. പ്രതിഷ്ഠിച്ചത് അതിന്റെ തുടർന്നുള്ള പൂജകളല്ലേ 3 ദിവസം. പ്രതിഷ്ഠ 3-ാം ദിവസമായിരുന്നു. ജലാശയത്തില് പ്രതിഷ്ഠിച്ചതിന് ശേഷം പിന്നെ കുംഭാഭിഷേകവും പൂജയും കൂടെ തുടർന്നു. ആ കുംഭാഭിഷേക ദിവസമാണ് ശരിക്കും നമ്മൾ പ്രതിഷ്ഠാ ദിവസമായിട്ട്. അന്ന് നമ്മൾ മകയിരത്തിന് മുമ്പ് ഉള്ള 3 ദിവസമാണ് ജലവാസമൊക്കെ.
അത് കഴിഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചതാണ് അന്ന് മകയിര നക്ഷത്രം. ആ, അതെ. ഇത് ഏകദേശം ആ സമയമുണ്ട്. അതേപോലെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അല്ലാത്ത ഈ പറഞ്ഞ ഡേറ്റ് എടുക്കാൻ നിർവാഹമില്ലാത്തതാണ്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമേ ഞാൻ അതിൽ ഞാൻ ബലം പിടിക്കുന്നതല്ല, അത് ചെയ്തുകൂടാത്തത് കൊണ്ടാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പരമാവധി റിലാക്സേഷൻ എത്രമാത്രം എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ദോഷകരമല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അല്പം വരുമായിരിക്കാം 2 ദിവസം ഇങ്ങനെ ഉള്ളത് കൊണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ചെയ്തുകൂടാത്ത ഒരു സംഗതി ചെയ്യാതിരിക്കുന്നതാണ്. അതെ അതെ. തീർന്നോ? ഫോം തീർന്നോ? എത്ര അത്യാവശ്യമാണോ? അതാണ്. ആ ആ ആ ആ ശരി. ആ ശരി. അതെ, ഇത് ഇങ്ങനെ ക്ഷേത്രകാര്യത്തിനാണെന്ന് പറയണം. ഞങ്ങളിവിടെ ക്ഷേത്രജ്ഞൻ്റെ അടുത്തിരിക്കുകയാണ്. ഇല്ല, അതിൻ്റെ കാര്യം തിരക്കാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തിരുമേനിയുടെ ഒരു അഭിപ്രായം കൂടെ അറിയണം. അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആ ശരി. ആ, ഫോമും തീർന്ന് എല്ലാവർക്കും നിവേദ്യം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ